മതിയായിരുന്നു. മഹാഭാവി, എന്റെ മോള് പിഴച്ചെങ്കിൽ പെറുമെന്നല്ലേ ഉള്ളൂ. ഈ അറുങ്കുല നീ എന്തിനു ചെയ്തടാ? പടച്ചോനെ, ആ പകയന്മാരിങ്ങ എത്തിയല്ല. കാരണ വിറ്റതുമില്ല. എന്നും ചക്കാത്ത് തരാൻ ഇവിടെ എന്താ തുറന്നു വെച്ചോണ്ടിരിക്കുക? ചക്കാത്തടി ചന്തപ്പിരിവ്. ചന്തപ്പിരിവ്. പിന്നെ എന്നും രാത്രി വീട്ടിൽ വന്ന് കയറുന്നത് കുന്തം പിരിക്കാനാ? അയ്യോ എന്റെ കർത്താവേ! അയ്യോ, ഇന്ന് കച്ചവടം മോശ. ആകെ വിറ്റത് 4 അണയാ. ഇതാ നിന്റെ 4 അണ. മത്തായി, ഇനിയൊരിക്കൽ പിരിവിനെന്നും പറഞ്ഞ് ഈ ചന്തക്കകത്ത് കയറിയാൽ അന്ന് മുട്ടുകാലിൽ എഴേണ്ടി വരും. പറഞ്ഞേക്കാം. മത്തായി, എന്തിനാ മോനെ നീ ഈ വഴക്കും പക്കാളത്തിനും ഒക്കെ പോകുന്നത്? പിന്നെ ഇക്കാലത്തല്ല ഞാൻ നോക്കി നിൽക്കണം. നമുക്ക് വേണ്ടി നീ ഇത്രയും തല്ല് കൊള്ളണ്ടായിരുന്നടാ മോനെ. വാ, നമുക്ക് വീട്ടോട്ട് പോവാം. നിന്റെ പോലീസ് പിടിച്ചേ പിന്നെ നിന്റെ അപ്പൻ ഒരു പ്രാന്തനെ പോലെ ഇങ്ങനെ നടക്കും. ആരോടും മിണ്ടൂല്ല, ഒന്നും കഴിക്കൂല. ആയിരിക്കും നമ്മുടെ കടയിൽ വന്ന ഒരു ചുക്ക് കാപ്പി കൊടുത്താ കുടിച്ചാലായി. അങ്ങനെ അധികം നാള് നടക്കേണ്ടി വന്നില്ല. അതിനുമ്പോ പടച്ചോൻ അങ്ങ് വിളിച്ച്. നിന്നെ വിഷമിപ്പിക്കാൻ നമ്മൾ പറഞ്ഞല്ല. ആമിന. എന്താ ഉപ്പാപ്പ? ആമിന, ഓളങ്ങ് പെരുത്ത് ബലായി മോനെ. ഇത് കേട്ടോ മത്തായിക്ക, ഈ ഉപ്പാപ്പ എപ്പോഴും ഇങ്ങനെയാ. ഓളുടെ ഉമ്മാനെ കെട്ടിച്ചു വിടുമ്പോ ഓളുടെ അത്ര വയസ്സില്ലായിരുന്നു. ആമിനയുടെ വാപ്പ ഇവിടെ വരാറില്ലേ? എന്റെ മോളുടെ മയ്യത്ത് കാത്തിരുന്നവനാവൻ. ഇപ്പോ 2ാം കെട്ടിയവളുടെ വീട്ടിലാണെന്ന് കേട്ടു. എന്റെ മോളെ പടച്ചോൻ വിളിക്കുന്നതിന് മുമ്പ് ഈ പേരക്കളാമിനെ നമ്മളൊക്കെ സമ്മാനമായിട്ട് തന്നു. ഇവക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. നീ കുളിച്ച് വല്ലതും കഴിക്കാൻ നോക്ക്. മോളെ, ഈ കാക്കയ്ക്ക് വെള്ളം ചൂടായി കൊടുക്കും. വേണ്ട, ഞാൻ പുഴയിൽ പോയി കുളിച്ചോളാം. വേഗം വരണം, ഞാൻ നെയ്ച്ചോറ് വെച്ച് കാത്തിരിക്കും. എന്നാ നിന്റെ കല്യാണത്തിന് നാട്ടുകാർക്ക് മുഴുവൻ നെയ്ച്ചോറ് വെച്ച് കൊടുത്തേക്കാം. നീ അല്ലടാ മാർക്കറ്റിൽ അടി ഉണ്ടാക്കി മത്തായി. അയ്യോ യവന്മാരെ, അത് മിണ്ടാലോ. നടക്കടാ. മത്തായി, നീ കുടിച്ചാ മത്തായി പോവല്ലടാ. മര്യാദക്ക് കാര്യങ്ങളൊക്കെ കിളി പറയുന്ന പോലെ പറഞ്ഞോ. ഇല്ലെങ്കിൽ ഞാൻ നീ ആരടിച്ചു, എന്തിനടിച്ചു, എന്തുകൊണ്ടടിച്ചു, എപ്പോഴടിച്ചു, ഇവയ്ക്ക് എവിടെ വെച്ചടിച്ചു നീ പറയില്ലല്ലടാ. നിന്നെ കൊണ്ട് പറയിപ്പിക്കാമെന്ന് ഞാൻ നോക്കട്ടെ. നീ ആരോടാ കളിക്കുന്നതെന്ന് അറിയാമോ? ഇടിക്കട്ടക്കുട്ടൻ പിള്ളയുടെ കൈവെട്ടവൻ പിന്നെ പിഴച്ചിട്ടില്ല. നാളെ പുതിയ ഏമാൻ ചാർജെടുക്കുന്ന ദിവസാ. കുടുംബത്തെ ഇവിടെ തന്നെ കൊടുത്തേക്കാം. എടാ കൊച്ചുപത്തായി, നാളെ വരുന്ന ആരാണെന്ന് അറിയാമോ? കരടിയാണ്, കരടി രാജശേഖരൻ. ശരി, ഇവനാത്താക്ക്. നിങ്ങളുടെ പരിപാടിയെല്ലാം കഴിഞ്ഞോ? എന്ത് പരിപാടി? ഈ തന്തയെ തല്ലുന്ന പണി. ഇനി എന്റെ ശരീരത്തിൽ തൊട്ടുപോകരുത്. എന്തൊരു ധൈര്യം! അടച്ചുപൂട്ടിയ ഗേറ്റിനുള്ളിൽ തോക്കും പിടിച്ച് കാവൽക്കാരൻ നിന്നാൽ നിങ്ങൾ 4-5 പേർക്ക് കൂടി ഒരുത്തനെ എന്തും ചെയ്യാവുന്നല്ലേ? തെരുവിലൊരു കൂട്ടത്തല്ല് നടന്നാൽ നിങ്ങളെല്ലാം ഓടി ഒളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിലും നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടവന്റെ ചാപ്പാടും കാക്കിയും നിങ്ങളെ കന്നാലികളാക്കും. പുറത്തു വെച്ചൊരു തെമ്മാടിയെ വളഞ്ഞു പിടിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ട്? അമ്മവങ്ങന്മാർക്ക് കേൾക്കാൻ കൊള്ളാവുന്ന ഒരു വാക്ക് പറയാൻ നിങ്ങൾക്കറിയാം. ഇരുകാലി മാടുകൾ. അധികം സംസാരിക്കണ്ട, ഇത് സ്ഥലം വേറെയാണ്. ഈ വെള്ളരിക്കുന്നവരാ ഇങ്ങോട്ട് വന്ന്, ഇങ്ങോട്ട്. ഇവിടെ 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 പുതിയ ചരക്ക, വിലയും കുറവാ. ഞാൻ നോക്കിയെടുത്തു. ഇതെന്തോന്ന് മര്യാദയാണ് എന്റെ കടയിൽ വന്നവരെ അങ്ങോട്ട് വിളിക്കുന്നത്? കട എനിക്കുള്ളതുകൊണ്ട് നിനക്കെന്താ എത്ര തെണ്ണം? നിന്റെ കട പറ വലുതായതുകൊണ്ടാണോ നിനക്ക് വിളക്ക് കത്തിക്കാൻ പോലെ സമയമില്ലാത്ത? എന്തോന്നാടി പറഞ്ഞത്? നീ വിളക്കം കത്തിച്ചു വെച്ചോണ്ടിരുന്നിട്ടല്ലോടി നിന്റെ കെട്ടിയോ നിന്നെ കളഞ്ഞിട്ട് നാട് വിട്ടു പോയത്. നിന്നെ പല കണ്ട പിന്നെ നാട്ടിൽ എങ്ങനെ ആണുങ്ങൾ നിൽക്കൂടി? അതുകൊണ്ടല്ലേടി കൊച്ചാപ്പ് നിന്നെ ഇട്ട ചോടിപ്പോയത്. ഞാൻ എന്തോന്ന് ചെയ്യണമെന്നാ? നിന്റെ അവനെ കപ്പൽ കയറ്റിയ? പിള്ളച്ചേട്ടാ പിള്ളച്ചേട്ടാ, നിങ്ങൾ തമ്മിൽ വഴക്കിട്ടിട്ട് പാർക്കാ പോയത്? ആരാ? നമ്മളാ? ഞങ്ങള്
എങ്ങോട്ട്? നമുക്ക് വക്കീൽ സാറിനെ ഒന്ന് കാണണം. മീറ്റിംഗിലും പ്രസംഗിക്കാനാണോ? എന്റെ മോനെ പോലീസ് പിടിച്ചു. അപ്പൊ കേസാണല്ലേ? എന്നാലേ അതിന് വക്കീലിനല്ല ആദ്യം കാണേണ്ടത്, ഗുമസ്തനെ. ഞാനാണ് ഗുമസ്തൻ. കേട്ടില്ലേ? ഗുമസ്തൻ പാച്ചിപ്പിള്ളന്ന്. ആ എന്നാ നീ കേട്ടു. അവിടെ മാറി ബെഞ്ചിൽ ബെഞ്ചിൽ വകുപ്പ് 302, 304, 307. നമുക്കൊന്നും അറിയില്ല. കൊലപാതകമോ കൊല ചെയ്യാനുള്ള ശ്രമമോ അടിയോ ഇടിയോ കുത്തോ ചവിട്ടോ ഇത് ഏതാണോ? അടിക്കാശ സാറിന് നമുക്ക് വഴി ഉണ്ടാക്കാം. SIക്ക് ഒന്ന് വേണ്ടെന്ന് വെക്കാം. ASIക്ക് ഒരു 50, ഏഴിന് 25, സ്റ്റേഷൻ ക്ലർക്കിന് 15. പിന്നെ എത്ര രാഷ്ട്രീയ പോലീസുകാര്? 2 പേര്. അത് 30. പിന്നെ ഞാൻ ഇതിനു വേണ്ടി ഓടിപ്പോഞ്ഞെല്ലാം കഷ്ടപ്പെട്ട് ഉള്ളു. എനിക്ക് വെള്ളം കുടിക്കാൻ എല്ലാം കൂടെ ഒരു 150 രൂപയാവും. പക്ഷേ നമ്മളെ അത്രയും കായില്ല. പിന്നെ എത്ര രൂപയുണ്ട്? 10 രൂപയുണ്ട്. 10 രൂപയോ? അതുകൊണ്ടത് വക്കീൽ കളവുള്ളത്? അതിലെന്താ നേരത്തിരിക്കാൻ കഴിയോ? എന്താ വന്നത്? നമ്മളെ മോനെ പോലീസ് പിടിച്ച്. വരും, അകത്തേക്ക് കൊറേ പിള്ളേര് വക്കീൽമാര് വന്ന് വക്കീൽ പുസ്തകമായ അധ്യായം ആട്ടെ, അറസ്റ്റ് ചെയ്യപ്പെട്ട മത്തായി നിങ്ങളുടെ ആരാണ്? നമ്മളെ മോനാണ് സാറേ. പോക്കറിന്റെ മോന് മത്തായി എങ്ങനെ പേര് വന്നു? ഓൻ നമുക്ക് മോനെ പോലാ. ഓൻ ഒരു തെറ്റും ചെയ്തില്ല. ആ ശൈത്താന്മാര് നമ്മളെ തള്ളിണ കണ്ടപ്പോ മത്തായി അടി വെച്ചത് സത്യം. സാറ് അവനെ വെളിയിൽ കൊണ്ടുവന്ന നമ്മളെ കയ്യിൽ വേറെ കാശില്ല. ഈ 10 രൂപയേ ഉള്ളൂ. നിങ്ങളെ പണം എടുക്കൂ. കാശ് പോരാ, ഞാൻ നമ്മൾ ഇനിയും കൊണ്ടുത്തരാം. എടുക്കാൻ ഒക്കിരിക്കാൻ വെക്കോളൂ. മത്തായിനെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത്. വക്കീൽ സാറിന് ദേഷ്യം കണ്ടപ്പോ നമ്മളങ്ങ് ബേജാറായി. ഇങ്ങനെ പറഞ്ഞോക്കെ ആകട്ടെ.